നേരിട്ട് കണ്ടിട്ടുണ്ടോ? എങ്കിൽ കാണണം. ഒരാളെ അല്ല, ഒരു കുടുംബത്തെ മൊത്തം. ഞാനൊരു മിടുക്കിയെ പരിചയപ്പെടുത്തി തരാം. ഈ കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ, ഉന്നത വിജയം എന്ന് പറയുമ്പോൾ 1200 മാർക്കിൽ 1200 മാർക്ക് മാത്രമല്ല 10ാം ക്ലാസ് പരീക്ഷയ്ക്കും ഫുൾ A+ നേടിയ ആൻമരിയ. ആൻമരിയയ്ക്ക് നിങ്ങളോട് എല്ലാവരോടും രണ്ടു വാക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ആൻമരിയയ്ക്ക് അതിന് കഴിയില്ല. നമുക്ക് ആൻമരിയയുടെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. അമ്മ ടെസി, നിങ്ങളോട് ഈ സന്തോഷം പങ്കുവെക്കണമെന്നുണ്ട്. പക്ഷേ അമ്മയ്ക്കും സംസാരിക്കാൻ കഴിയില്ല. അച്ഛൻ ക്രിസ്റ്റി തയ്യൽക്കടയാണ് നടത്തുന്നത്. മകൻ അതുൽ, അതിലിപ്പോൾ BCom ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. നിർഭാഗ്യവശാൽ അതുലിനും സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല. ഞാൻ ജോയ്, സംസാരിക്കാത്ത കുട്ടികളെ കാലങ്ങളായിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഈ ഫാമിലിയെ പ്രത്യേകിച്ചും എനിക്ക് വളരെയധികം പരിചയമാണ്. കാരണം ഇതുപോലെയുള്ള സംസാരിക്കാത്ത 2 കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവരെ എനിക്ക് വളരെയധികം പരിചയമുണ്ട്. ചെറുപ്പം മുതലേ തന്നെ ഇവരായിട്ട് ഞാൻ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ഇവർ. ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇവർക്കൊരു നല്ലൊരു ആശംസ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടുത്തെ കുട്ടി 1200 മാർക്കും വാങ്ങി +2-ന് വളരെ വൻപിച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ നാടിന് തന്നെ അഭിമാനമായ ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ഈ കുട്ടിയെ വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. വീട് നിറച്ചും ആൻമേരിയയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്, ഉന്നത വിജയങ്ങൾ കിട്ടിയ സമ്മാനം. ഇനിയും ആൻമേരിയയ്ക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സ്ഥിതി ഈ വീടിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കേണ്ടി വരും. കേൾക്കാനും സംസാരിക്കാനും കഴിവില്ലെങ്കിലും നിങ്ങൾ എഴുതി വിടുന്ന ഓരോ കമൻറ്റും ഇവർക്ക് വായിക്കാൻ പറ്റും. ആൻമേരിയയ്ക്കുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. +2-ൽ മാത്രമല്ല 10ാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ ആൻമേരിയയെ കാണാനായി, ആശംസകൾ അർപ്പിക്കാനായി ഒരുപാട് പേരാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവരോടൊക്കെ 2 വാക്ക് സംസാരിക്കാൻ ആൻമേരിയയ്ക്ക് കഴിയില്ല. ഈ മിടുക്കി കുട്ടിയായ ആൻമേരിയയ്ക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തണമെന്നുണ്ട്. തുച്ഛമായ പെൻഷനും വീട്ടിലെ സ്ഥിതിഗതികളും കൊണ്ട് അതിന് പറ്റുമോ എന്നറിയില്ല. വെറൈറ്റി മീഡിയ നിങ്ങളെല്ലാവരെയും ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനുകൾ ചോദിച്ച് ആൻസറുകൾ കേട്ട് രസിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തരാനില്ല. പക്ഷേ ഇത്തരം ആൾക്കാരുകളും ഈ ലോകത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന തിരിച്ചറിവാണ്. ഇവർക്കായും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്ത ബോധമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിൻ്റെ ചെറിയ ഒരു വിരലനക്കമെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങളുടെ ഷെയറുകൾക്കാവട്ടെ. നന്ദി.